നമസ്കാരം, ഞാൻ ദീപ്തി. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. ദുരിത സമരത്തിൽ സമവായം. എൻഡോസൾഫാൻ സമരത്തിൽ ഒത്തുതീർപ്പുമായി സർക്കാർ. ദുരിതബാധിതരുടെ പട്ടികയിൽ 610 പേരെ കൂടി ഉൾപ്പെടുത്താൻ ധാരണ. പരമാവധി സഹായം 3 ലക്ഷം രൂപ. ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടതിന്റെ ആഹ്ലാദത്തിൽ സെക്രട്ടേറിയറ്റ് പടിക്കലെ സമരം അവസാനിപ്പിക്കാൻ തീരുമാനം. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ കടങ്ങൾ എഴുതിത്തള്ളാനുള്ള തീരുമാനം സമയബന്ധിതമായി നടപ്പാക്കും. ധനസഹായത്തിന് അർഹരായവരെ 3 ഗണത്തിലായി നിശ്ചയിക്കാൻ 3 അംഗ സമിതി. കാസർഗോഡ് ഈ മാസം 5 മെഡിക്കൽ ക്യാമ്പുകൾ നടത്താനും തീരുമാനം. നിഗൂഢതയുടെ നിഴൽ തേടി. സോളാർ ആരോപണങ്ങൾക്ക് പിന്നിൽ CPM ഗൂഢാലോചനയെന്ന ഉമ്മൻചാണ്ടിയുടെ വാദം പിൻപറ്റി രമേശും. ഗൂഢാലോചനയിൽ അന്വേഷണം വേണമെന്ന ആവശ്യം പാർട്ടിയിൽ ഉയർന്നിട്ടുണ്ട്. നിയമവശങ്ങൾ പരിശോധിച്ച് ഇക്കാര്യത്തിൽ തീരുമാനമെന്നും രമേശ്. കേസുമായി ബന്ധപ്പെട്ട രേഖകൾ നഷ്ടപ്പെട്ട സംഭവത്തിൽ ഫയൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപകീർത്തിപ്പെടുത്തി സർക്കാരിനെ അട്ടിമറിക്കാമെന്ന് ആരും കരുതേണ്ടെന്നും ആഭ്യന്തരമന്ത്രി. പോലീസ് തലപ്പത്ത് ഉദ്യോഗസ്ഥർ പരസ്പരം ചെളിവാരി എറിയുന്നത് ശരിയല്ല. ഇക്കാര്യത്തിൽ അവരുമായി ചർച്ച നടത്തും. സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് ഉദ്യോഗസ്ഥരെ വിലക്കാനാവില്ലെന്നും രമേശ്. സംസ്ഥാനത്ത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കൊലപാതക കേസുകളുടെ എണ്ണം കുറഞ്ഞെന്ന് ആഭ്യന്തരമന്ത്രി. ക്രമസമാധാനം തകർന്നെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം രാഷ്ട്രീയ പ്രേരിതമെന്നും വാർത്താ സമ്മേളനത്തിൽ രമേശ് ചെന്നിത്തല. മത്സരത്തിന്റെ സൂര്യതാപം. സോളാറിൽ ബലാബലത്തിന് സർക്കാരും പ്രതിപക്ഷവും. കമ്മീഷന് മുന്നിൽ സരിത ഹാജരാക്കിയതൊന്നും ഒരു തെളിവല്ലെന്ന് മുഖ്യമന്ത്രി. അഴിമതി സർക്കാരിനെ നയിക്കുന്ന മുഖ്യനെ വഴിനടന്നില്ലെന്ന് പിണറായിയുടെ ഭീഷണി. മറ്റന്നാൾ നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കെ ആയുധങ്ങൾ തേച്ചുമിനുക്കി ഇരുപക്ഷവും. ആരോപണങ്ങൾക്ക് പിന്നിൽ CPM ഗൂഢാലോചന ആവർത്തിച്ച് ഉമ്മൻചാണ്ടി. സരിതയ്ക്ക് വാഗ്ദാനം ചെയ്ത 10 കോടിയുടെ കാര്യം CPM മിണ്ടാത്തത് എന്ത്? സരിത കൊണ്ടുവന്നതൊക്കെ ഒരു തെളിവാണോ? തമ്പാനൂർ രവിക്കും ബെന്നി ബെഹനാനും എതിരായ ആരോപണങ്ങൾക്ക് അവർ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ എന്നും മുഖ്യമന്ത്രി. CPM ഗൂഢാലോചനയിൽ അന്വേഷണം വേണമെന്ന UDF ആവശ്യം ഗൌരവത്തോടെ പരിഗണിക്കും. അന്വേഷണ വിഷയത്തിൽ ഉടൻ തീരുമാനമെന്നും ഉമ്മൻചാണ്ടി. ജനക്ഷേമത്തിന്റെ സർക്കാർ വഴി. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള വിവിധ ജനക്ഷേമ തീരുമാനങ്ങളുമായി സർക്കാർ. പ്രീ പ്രൈമറി അധ്യാപകർക്കും ആയമാർക്കും വേതന വർധന. 100 വിദ്യാർത്ഥികളിൽ കൂടുതലുള്ള 33 അൺഎയ്ഡഡ് സ്പെഷ്യൽ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നൽകാനും മന്ത്രിസഭാ തീരുമാനം. പുതുക്കിയ ഓണറേറിയം അനുസരിച്ച് പ്രീ പ്രൈമറി അധ്യാപകർക്ക് 9,000 രൂപയും ആയമാർക്ക് 6,000 രൂപയും. അരിവാൾ രോഗം ബാധിച്ച മുഴുവൻ പേർക്കും 2,000 രൂപ വീതം ധനസഹായം. 700 മത്സ്യത്തൊഴിലാളികൾക്ക് 10 ലക്ഷം രൂപ വീതം ഭവന വായ്പ അനുവദിക്കുമെന്നും മുഖ്യമന്ത്രി. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തരകൻസ് റോയൽ ജ്വല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. സ്വർണം ഗ്രാമിന് 2,530 രൂപ. പവൻ 20,240 രൂപ. വെള്ളി ഗ്രാമിന് 37.46 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് തരകൻസ് റോയൽ ജ്വല്ലറി. പറഞ്ഞു ചെല്ലുന്നതിനേക്കാൾ നല്ലത് അറിഞ്ഞു ചെല്ലുന്നതാണ്. തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.